നമ്മൾ മസ്ജിദിൽ വെച്ചിട്ട് തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലെത്തിയാൽ നമുക്ക് സുബഹി വരെ സമയമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് രാത്രി നിസ്കാരം ഖിയാമുൽ ലൈൽ തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുകയാണ് തഹജ്ജുദ്. ഫജറിന് മുമ്പ് ഒരാൾ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ അപ്പോഴൊക്കെ പറ്റുമെന്നാണ്. പണ്ഡിതന്മാരുടെ ഫത്വകൾ കാണാൻ പറ്റും. ഒരാൾക്ക് അപ്പോൾ നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നിസ്കരിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 റക്അത്തായി നിസ്കരിച്ചാൽ മാത്രം മതി, വിത്തറാക്കേണ്ടതില്ല. കാരണം വിത്തർ നമ്മൾ ഇമാമിനോടൊപ്പം ആക്കിയിട്ടുണ്ട്. ഇനി വേറെ ചിലർ വിത്തറാക്കാതെ അങ്ങനെ പോകാറുണ്ട്. ഏറ്റവും നല്ലത് ഇമാമിനോടൊപ്പം നമ്മൾ ആരംഭിച്ചാൽ അതേ ഇമാമിനോടൊപ്പം തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഇമാമിനോടൊപ്പം ആദ്യ അവസാനം നമ്മൾ ജമാഅത്തിൽ തറാവീഹിൽ പങ്കെടുത്താൽ കേവലം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഇടയിൽ മാത്രമാണ് നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്ത് നിസ്കാരം നടക്കുന്നത് തറാവീഹ്. അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്തരുത്. പിന്നീട് നമ്മൾ രാത്രി ഖിയാമുൽ ലൈലായി 2 നിസ്കരിച്ചാൽ അത് നമുക്ക് എക്സ്ട്രാ ബോണസായി നമുക്ക് ലഭിക്കുന്നതാണ്.